ഹായ് ഓൾ, വെൽക്കം ടു V4 സിവിൽ. V4 സിവിലിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോണ്ടൂറിങ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എല്ലാ PSC എക്സാംസും എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കോമൺ ആയിട്ട് ചില പോർഷൻസ് ഉണ്ട്, അവിടെ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടു വന്നിട്ടുള്ളൂ. അങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ബൈ ഡയറക്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ചാപ്റ്ററിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സാധാരണ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്ലാന് അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ ഒരു പ്ലാനിലും മാപ്പിലും നമ്മൾ ഗ്രൗണ്ട് പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് ഹൊറിസോണ്ടലും അതുപോലെ തന്നെ വേർട്ടിക്കലായിട്ടും കാണിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആ ഒരു പ്ലാനിൻ്റെയും മാപ്പിൻ്റെയും വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു മാപ്പിൽ ഹൊറിസോണ്ടൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വേർട്ടിക്കൽ പൊസിഷൻ ഓഫ് പോയിൻറ്റ്സും കാണിക്കുന്നുണ്ടെങ്കിൽ ആ മാപ്പിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്നായിരുന്നു. ഓക്കെ, അതായത് ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് സർഫസിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു പ്ലാനിൻ്റെ കേസിൽ നമ്മൾ റിലേറ്റീവ് ഓൾട്ടിറ്റ്യൂഡ്സ് കാണിക്കാൻ വേണ്ടി ഒരു 4 മെത്തേഡുകളാണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ഷെയ്ഡിങ്, ദെൻ ഹാച്ചേഴ്സ്, തേർഡ് വൺ ഫോം ലൈൻസ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് കോണ്ടൂർ ലൈൻസ്. ഈ ഒരു 4 എണ്ണത്തിൽ നമ്മൾ കോമൺ ആയിട്ട് വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കോണ്ടൂർ ലൈൻസ് എന്നുള്ളൊരു മെത്തേഡ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോണ്ടൂർ എന്താണെന്ന് അറിയണം, കോണ്ടൂർ ലൈൻ എന്താ എന്നുള്ളത് അറിയണം, അതുപോലെ തന്നെ കോണ്ടൂറിങ് എന്നുള്ളത് എന്താണെന്ന്, ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കോണ്ടൂർ എന്താണ് എന്ന് നോക്കാം. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ it is an imaginary line on the ground joining the points of equal elevation. ഒരു ഗ്രൗണ്ടിലുള്ള പോയിൻറ്റ്സിൻ്റെ എലിവേഷൻ എല്ലാം നമ്മൾ കണ്ടെത്തി അതിലുള്ള ഈക്വൽ എലിവേഷൻ വരുന്ന പോയിൻറ്റ്സുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു ലൈന് വരക്കുകയാണെങ്കിൽ ആ ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. ഈ ഒരു ഡെഫിനിഷൻ കറക്റ്റ് ഇതുപോലെ തന്നെ തന്നിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് കോണ്ടൂറിന് പറയാവുന്ന മറ്റൊരു ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് എ ലൈൻ ഇൻ വിച്ച് ദ സർഫസ് ഓഫ് ഗ്രൗണ്ട് ഈസ് ഇൻ്റർസെക്റ്റഡ് ബൈ എ ലെവൽ സർഫസ്. ലെവൽ സർഫസ് എന്താണെന്നുള്ളത് നമ്മൾ ലെവലിംഗ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ ഗ്രൗണ്ട് സർഫസുമായിട്ട് നമ്മൾ എർത്ത് കർവേച്ചറുമായിട്ട് പാരലലായിട്ട് വരുന്നതാണ് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ആ ഒരു ലെവൽ സർഫസുമായിട്ട് നമ്മുടെ ഗ്രൗണ്ട് സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടൂർ എന്ന് പറയുന്നത്. കോണ്ടൂർ ലൈൻ ഈസ് എ ലൈൻ ഓൺ ദ മാപ്പ് റെപ്രസെൻറ്റിംഗ് ദ കോണ്ടൂർ. കോണ്ടൂറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കോണ്ടൂർ ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുക? കോണ്ടൂറിങ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പോൾ കോണ്ടൂർ എന്താണ്, കോണ്ടൂർ ലൈൻ എന്താണ്, അതുപോലെ തന്നെ കോണ്ടൂറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ടേംസിൻ്റെ ഡെഫിനിഷനായിട്ട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് മാത്രം പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കേരള PSC അത് ഓവർസിയർ ലെവൽ ആയിക്കോട്ടെ, A ലെവൽ ആയിക്കോട്ടെ, അതല്ലാതെ SSCGI ആയിക്കോട്ടെ, എങ്ങനെയായാലും ഈ ഒരു 2 ടേംസിൻ്റെ ഡെഫിനിഷൻസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാറിപ്പോവാതെ തന്നെ പഠിക്കുക കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ കോണ്ടൂർ ഇൻ്റർവൽ? ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. തൊട്ടടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 കോണ്ടൂർസ് ലൈൻസ് തമ്മിലുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ഫോർ എ കോണ്ടൂർ പ്ലാൻ. നമ്മൾ ഒരു കോണ്ടൂർ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാനിൽ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് സെയിം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു കോണ്ടൂർ പ്ലാനിൽ നമ്മൾ 1 മീറ്റർ ആണ് കോണ്ടൂർ ഇൻ്റർവെൽ ചൂസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ആ ഒരു മാപ്പിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ലൈൻസ് തമ്മിലുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്താണ്? 1 മീറ്റർ തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു കോണ്ടൂർ ഇവിടെ തൽക്കാലം വരക്കുകയാണെങ്കിൽ
അല്ലേ? ഇങ്ങനെയാണ് കോണ്ടൂർ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോണ്ടൂറിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് സർഫസിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വരക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഹില്ല് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിൽ നിന്നും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഹില്ലിൻ്റെ കേസിൽ ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കണേ, ഞാൻ ഇവിടെ തന്നെ വരക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് 100 വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കോണ്ടൂർ ലൈൻസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഈ ഒരു വേർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയും. അപ്പോൾ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എന്ത്? കോണ്ടൂർ ഇൻ്റർവെൽ എന്നുള്ളത്. നെക്സ്റ്റ് ടേം ആണ് ഹൊറിസോണ്ടൽ ഇക്വാലൻറ്റ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. തൊട്ടടുത്ത് വരുന്ന കോണ്ടൂർസ് തമ്മിലുള്ള 2 പോയിന്റിലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ ഇക്വാലൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വാലൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, കോണ്ടൂർ ഇൻ്റർവെൽ ആണെങ്കിൽ എന്താണ്? വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോണ്ടൂർ ഇൻ്റർവെൽ. കോണ്ടൂർ ഇൻ്റർവെൽ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കോണ്ടൂർ ഇൻ്റർവെല്ലിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത് 4 ഫാക്ടേഴ്സാണ്. നാച്ചർ ഓഫ് ദി ഗ്രൗണ്ട്, സ്കെയിൽ ഓഫ് ദി മാപ്പ്, പർപ്പസ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് സർവേ, ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ഈ ഒരു കോണ്ടൂർ ഇൻ്റർവെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് എന്ത്? നാച്ചർ ഓഫ് ദി ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു നാച്ചർ ഓഫ് ദി ഗ്രൗണ്ട് എങ്ങനെയാണ് കോണ്ടൂർ ഇൻ്റർവെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുക വെച്ചാൽ, നമ്മളൊരു ഫ്ലാറ്റ് ഗ്രൗണ്ട് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി എടുക്കുന്ന കോണ്ടൂർ ഇൻ്റർവെൽ ആയിരിക്കില്ല ഒരു അണ്ടുലേറ്റഡ് അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഗ്രൗണ്ട് സർഫസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ, ഫ്ലാറ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കോണ്ടൂർ ഇൻ്റർവെൽ എന്താണ്? സ്മോൾ ആണ്. സ്മോൾ കോണ്ടൂർ ഇൻ്റർവെൽ. ഞാൻ CI ഇടുന്നുള്ളൂ കോണ്ടൂർ. അപ്പോൾ ഫ്ലാറ്റ് സർഫസ്, ഫ്ലാറ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ ചെറിയ കോണ്ടൂർ ഇൻ്റർവെല്ലാണ് ചൂസ് ചെയ്യുന്നത്. ഇനി ബ്രോക്കൺ ഗ്രൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ബ്രോക്കൺ ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ ലാർജ് കോണ്ടൂർ ഇൻ്റർവെല്ലാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു ഫ്ലാറ്റ് ഗ്രൗണ്ടിന് ചൂസ് ചെയ്യുന്നത് ആവില്ല എന്തിനുണ്ടാവുക? ഒരു അണ്ടുലേറ്റഡ് അല്ലെങ്കിൽ ബ്രോക്കൺ ഗ്രൗണ്ടിന് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്കെയിൽ ഓഫ് ദി മാപ്പ്. ഈ ഒരു സ്കെയിൽ ഓഫ് ദി മാപ്പും കോണ്ടൂർ ഇൻ്റർവെല്ലും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്നുള്ളതാണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ടു കോണ്ടൂർ ഇൻ്റർവെൽ. അതായത് സ്കെയിൽ ഓഫ് മാപ്പ് കൂടുതൽ ലാർജ് ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ സ്മോൾ ആയിരിക്കും. സ്കെയിൽ ഓഫ് മാപ്പ് സ്മോൾ ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ ലാർജ് ആയിരിക്കും. ഓക്കെ, തേർഡ് വൺ ആണ് പർപ്പസ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് സർവേ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സർവേ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടൂർ ഇൻ്റർവെല്ലിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അക്യുറേറ്റ് വർക്കാണ്, ഭയങ്കര പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡീറ്റെയിൽഡ് അക്യുറേറ്റ് വർക്കാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്മോൾ കോണ്ടൂർ ഇൻ്റർവെൽ. അതായത് സ്മോൾ കോണ്ടൂർ ഇൻ്റർവെല്ലിൽ ആ ഒരു ടെറൈൻ്റെ, ആ ഒരു ഗ്രൗണ്ട് സർഫസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അക്യുറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഗ്രൗണ്ട് സർഫസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്താ വരിക? എക്സ്റ്റെൻഡ് എന്തായിരിക്കും? എക്സ്റ്റെൻഡ് ഓഫ് സർവേ എന്ന് പറയുന്നത് ജനറലി സ്മോൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി എക്സ്റ്റെൻഡ് ഓഫ് സർവേ കൂടുതലുള്ള കേസിൽ, അതായത് ഇപ്പോൾ ഒരു ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇടുന്ന സമയത്ത് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വർക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ഓഫ് വർക്ക് സർവേ എന്താണ്? ലാർജ് ആണ്.
ലാർജ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് കോണ്ടൂർ ഇൻ്റർവെൽ വരുന്നത്? ലാർജ് കോണ്ടൂർ ഇൻ്റർവെല്ലാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതിൽ ഓരോന്നിൻ്റെ റിലേഷനും എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള 4 എണ്ണം എങ്ങനെയാണ് കോണ്ടൂർ ഇൻ്റർവെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും പഠിക്കണം. ലാസ്റ്റ് വണ്ണാണ് ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന സമയം കൂടുതലാണ് അല്ലേ? ഒരു സർവേ ചെയ്യാൻ നമുക്കിപ്പോൾ 1 വർഷം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ കോണ്ടൂർ ഇൻ്റർവെൽ സെലക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം ഒരു സർവേ ചെയ്യാൻ നമുക്ക് ഒരാഴ്ചയെ കിട്ടുന്നുള്ളൂ, ഒരു 1 വീക്കേ കിട്ടുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കോണ്ടൂർ ഇൻ്റർവെല്ലിനെ വലുതാക്കി എടുത്തിട്ട് പെട്ടെന്ന് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ടാണ് നോക്കുക. അപ്പോൾ ഇവിടെ ടൈം മോറാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? മോറാണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെല്ല് സ്മോൾ ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ എക്സ്പെൻസും കൂടുതലാണ്, നമുക്ക് കയ്യിലുള്ള മണി കൂടുതലാണ്, നമ്മുടെ ഫണ്ട് കൂടുതലാണ് എന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ചെറിയ കോണ്ടൂർ ഇൻ്റർവെൽ ചൂസ് ചെയ്തിട്ട് സർവേ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ഫാക്ടേഴ്സും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ പറഞ്ഞു കോണ്ടൂർ ഇൻ്റർവെൽ ഓരോ കണ്ടീഷനും, ഓരോ ഫ്ലാറ്റ് ആണോ ബ്രോക്കൺ ആണോ, എങ്ങനെയാണ് ഗ്രൗണ്ടിൻ്റെ സർഫസ് വരുന്നത്, അങ്ങനെ സ്കെയിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കോണ്ടൂർ ഇൻ്റർവെൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് സ്കെയിൽ എടുക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് സർഫസിൽ എത്രത്തോളം കോണ്ടൂർ ഇൻ്റർവെൽ നമ്മൾ ജനറലി ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് എന്തായാലും പഠിച്ചു വെക്കണം. സിമ്പിളാണ്, കാണുമ്പോൾ ഒരുപാട് വാല്യൂ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും, പക്ഷെ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് പറയുന്നത് ലാർജ് സ്കെയിലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ ഓർ ലെസ്. അതായത് 1 സെൻറ്റിമീറ്റർ നമ്മൾ മാപ്പിൽ വരക്കുന്നത് എന്തിന് ഈക്വൽ ആണ്? ഗ്രൗണ്ടിലുള്ള 10 മീറ്റർ അല്ലെങ്കിൽ അതിൽ കുറവുള്ള വാല്യൂവിനോടാണ് ഈക്വൽ. അതായത് നമ്മുടെ സ്കെയിൽ എന്താണ്? ലാർജ് സ്കെയിലാണ്. ഒരു ലാർജ് സ്കെയിലിൽ ഫ്ലാറ്റ് ടെറൈൻ, അതായത് ഗ്രൗണ്ട് ഫ്ലാറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? 0.2 to 0.5 മീറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് പഠിച്ചു വെക്കുക, ലാർജ് സ്കെയിലിൽ ഫ്ലാറ്റ് ടെറൈൻ ആണെങ്കിൽ വരുന്നത് 0.2 to 0.5 ആണ്. ദെൻ റോളിംഗ് ടെറൈൻ ആണ് എന്നുണ്ടെങ്കിൽ 0.5 to 1 ആണ്. ഹില്ലി ഏരിയ ആണെങ്കിൽ 1, 1.5 or 2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് പഠിച്ചല്ലോ. ഹില്ലി റീജിയൻ ലാർജ് സ്കെയിലിൽ ഫ്ലാറ്റിനാണെങ്കിൽ 0.2 to 0.5, റോളിങ്ങിനാണെങ്കിൽ 0.5 to 1 ആണ്. ഹില്ലി റീജിയൻ ആണെങ്കിൽ 1, 1.5 or 2 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സ്കെയിലാണ്. സ്കെയിലിൻ്റെ റേഞ്ച് എങ്ങനെയാണ്? 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ to 100 മീറ്റർ എന്നുള്ളതാണ്. ഫ്ലാറ്റ് ടെറൈൻ ആണെങ്കിൽ 0.5, 1 or 1.5, റോളിംഗ് ആണെങ്കിൽ 1, 1.5 or 2, ഹില്ലി ആണെങ്കിൽ 2, 2.5 or 3. ഓക്കെ, ക്ലിയർ ആയില്ല? കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. തേർഡ് വണ്ണ് വരുന്നത് സ്മോൾ സ്കെയിലാണ്. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 100 മീറ്റർ ഓർ മോർ ആണ്. ഫ്ലാറ്റ് റീജിയൻ ആണെങ്കിൽ 1, 2 or 3, റോളിംഗ് ആണെങ്കിൽ 2 to 5, ഹില്ലി റീജിയൻ ആണെങ്കിൽ 5 to 10, മൗണ്ടേനിയസ് റീജിയൻ ആണെങ്കിൽ 10, 25 or 50. അപ്പോൾ ഇവിടെ വാല്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? കോണ്ടൂർ ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ ഒരുപാട് കൂടുതലാണ്. ഏതിൻ്റെ കേസിൽ? സ്മോൾ സ്കെയിലിൻ്റെ കേസിൽ. അപ്പോൾ സ്കെയിൽ ഓഫ് ദി മാപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? കോണ്ടൂർ ഇൻ്റർവെൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ സർവേൻ്റെ പേർപ്പസിനനുസരിച്ചും നമുക്ക് കോണ്ടൂർ ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡൈസ് ആയി തന്നിട്ടുണ്ട്. അതിൽ പറയുന്നതാണ് ബിൽഡിംഗ് സൈറ്റ്സിനാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ ഓർ ലെസ്. അതായത് ലാർജ് സ്കെയിലാണ് ബിൽഡിംഗ് സൈറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ വരുന്ന ഇൻ്റർവെൽ, കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? 0.2 to 0.5 ആണ്. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ച ഫസ്റ്റ് വാല്യൂ ലാർജ് സ്കെയിലിൻ്റെ മാപ്പിൽ ഫ്ലാറ്റിൻ്റെ കേസിൽ വരുന്ന ഒരു വാല്യൂ ആണ് നമ്മുടെ ബിൽഡിംഗ് സൈറ്റ്സിന് വരുന്നത്. സെക്കൻഡ് വണ്ണാണ് ടൗൺ പ്ലാനിങ് സ്കീംസ്, റിസർവോയേഴ്സ് എക്സെട്ര. അങ്ങനെയുള്ള റിസർവോയർ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 50 മീറ്റർ to 100 മീറ്റർ എന്നുള്ളതാണ് സ്കെയിലിൻ്റെ റേഞ്ച് വരുന്നത്. കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് 0.5 to 2 മീറ്റർ ആണ്. തേർഡ് വൺ വരുന്നത് ലൊക്കേഷൻ സർവേഴ്സ് ആണ്.
1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 50 മീറ്റർ ടു 200 മീറ്റർ ആണ്. 2 to 3 മീറ്റർ ആണ് എന്ത് വരുന്നത്, കോണ്ടൂർ ഇൻ്റർവെല് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ പേർപ്പസ് ഓഫ് സർവേക്ക് ഡിപ്പെൻഡ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോണ്ടൂർ ഇൻ്റർവെൽ വാല്യൂസ്, അതുപോലെ തന്നെ സ്കെയിലിന് സ്മോൾ, ലാർജ്, ഇൻ്റർമീഡിയറ്റ് സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോണ്ടൂർ ഇൻ്റർവെല്ലിൻ്റെ വാല്യൂസും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഒരു ജനറൽ പർപ്പസിൽ നമുക്ക് ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പിൻ്റെ ഒക്കെ കേസിൽ നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് യൂസ് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോണ്ടൂർ ഇൻ്റർവെല് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ കോണ്ടൂർ ഇൻ്റർവെൽ ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ. നമുക്ക് ആൻസർ കിട്ടുക മീറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ ആയിട്ട് ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഈസ് 25 ബൈ നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ ടു കാൽക്കുലേറ്റ് കോണ്ടൂർ ഇൻ്റർവെൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോണ്ടൂർസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ലൈനും ഓരോ മാർക്സാണ്. ഇതിൽ നിന്നാണ് എപ്പോഴും എന്താ പറയുക ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ പോർഷൻസും ഓരോ ലൈനും നന്നായിട്ട് തന്നെ ഏത് കേസിലാണ് ഓരോ കണ്ടീഷൻസ് വരുന്നത്, അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് എന്നുള്ളത് നന്നായിട്ട് തന്നെ പഠിക്കട്ടോ, മാറിപ്പോവരുത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് 2 contour lines cannot cross each other except in the case of a overhanging cliff. അതായത് 2 കോണ്ടൂർ ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. അങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് ഏത് കേസിൽ മാത്രമാണ്, ഓവർ ഹാങ്ങിങ് ക്ലിഫ് അതല്ലെങ്കിൽ ഉള്ളതാണ് കേവ്. അപ്പോൾ ഈ കേവിൻ്റെയും ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെയും കേസിലല്ലാതെ വേറൊരു കേസിലും തന്നെ കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, കോണ്ടൂർ ലൈൻസ് ക്യാൻ ക്രോസ് ഈച്ച് അതർ ഇൻ ദ കേസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിൽ ഏതൊക്കെ ഉണ്ടാവും, വേർട്ടിക്കൽ ക്ലിഫ് ഉണ്ടാവും, ഡിപ്രഷൻസ് ഉണ്ടാവാം, ഓവർ ഹാങ്ങിങ് ക്ലിഫ് ഉണ്ടാവും, അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതാണ്, ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ ക്രോസ് ചെയ്യുന്നത് ഏത് കേസിൽ മാത്രമാണ്, ഓവർ ഹാങ്ങിങ് ക്ലിഫ് അല്ലെങ്കിൽ കേവിൻ്റെ കേസിലാണ്. അതല്ലാത്ത ഒരു കേസിലും കോണ്ടൂർ ലൈൻസ് എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം ക്രോസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് ക്യാൻ യൂണിറ്റ് ടു ഫോം വൺ ലൈൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് എ വേർട്ടിക്കൽ ക്ലിഫ്. അപ്പോൾ സാധാരണ കോണ്ടൂർ ലൈൻസ് ഡിഫറെൻറ്റ് എലിവേഷൻസ് ഉള്ള കോണ്ടൂർ ലൈൻസ് എന്താണ്, പരസ്പരം ഒന്നായി പോകുന്നത് ഏതിൻ്റെ കേസിൽ, അതായത് ഇപ്പം ഇങ്ങനെ വരും കോണ്ടൂർ ലൈൻസ് വരക്കാണ്, ഇങ്ങനെ യുണൈറ്റ് ആയിട്ട് വരുന്നത് ഏത് കേസിൽ മാത്രമാണ്, വേർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ മാത്രമാണ്. ഇനി ഫിഗറും കൂടി കാണിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഓവർ ഹാങ്ങിങ് ക്ലിഫാണ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് അല്ലേ. ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പോയിന്റിലുള്ള എലിവേഷൻസ് കണ്ടെത്തിയിട്ട് കോണ്ടൂർ ലൈൻസ് വരക്കുമ്പോൾ എങ്ങനെ വരുന്നുണ്ട്, ഇവിടെ കണ്ടോ, ഈ ഒരു 500 എന്ന കോണ്ടൂർ ലൈനും അതുപോലെ തന്നെ 400 എന്ന് പറയുന്ന കോണ്ടൂർ ലൈനും എന്തായിട്ടുണ്ട്, പരസ്പരം ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് അല്ലേ, പരസ്പരം ക്രോസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വരുമ്പോഴാണ് എങ്ങനെ എന്ത് ചെയ്യുന്നത്, ക്രോസ് ചെയ്യേണ്ട കേസ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഇതേപോലെ തന്നെ വേർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിലുള്ള പ്രത്യേകത എന്താണ്, ഒരു പോർഷന് ഭയങ്കര പെർപെൻഡിക്കുലർ ആയിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ ഏതൊരു ഹൈറ്റിലുള്ള ഇത് എടുത്താലും നമുക്ക് ഒരേ ലൈനാവും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു 20 എന്ന് പറയുന്ന കോണ്ടൂർ ലൈനും 30യും 40യും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റൊന്നായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വേർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, യുണൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ഹാങ്ങിങ് ക്ലിഫ് അല്ലെങ്കിൽ കേവിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 പോയിന്റ് പഠിച്ചു. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു കോണ്ടൂർ ലൈനിൻ്റെ
ഇൻ്റർവെല്ല് നോക്കിയിട്ട്, അതായത് ആ ഒരു കോണ്ടൂർ ലൈന് കിടക്കുന്ന ആ ഒരു ഇത് നോക്കിയിട്ട് ഡിസ്റ്റൻസ് അടുത്താണോ ലാർജ് ആയിട്ടാണോ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത് നോക്കിയിട്ട് ആ ഒരു ഗ്രൗണ്ട് സർഫസിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ ഇൻഡിക്കേറ്റ് എ സ്റ്റീപ്പ് സ്ലോപ്പ്. അടുത്തടുത്താണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏതാണ്? സ്റ്റീപ്പ് സ്ലോപ്പാണ് വരുന്നത്. ഓക്കെ, ക്ലോസ് ടുഗദർ അടുത്തടുത്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റീപ്പ് സ്ലോപ്പാണ്. ഫാർ അപ്പാർട്ട് ആണെങ്കിൽ അതൊരു ജെന്റിൽ സ്ലോപ്പാണ്. കോണ്ടൂർ ലൈൻസ് ഒരുപാട് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് ഒരുപാട് നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ പറയുന്ന സ്ലോപ്പ് ജെന്റിൽ സ്ലോപ്പാണ്. ഇനി പറയുന്നത് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ അതെന്താണ്? യൂണിഫോം സ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 കേസ് പഠിച്ചു. ക്ലോസ് ടുഗദർ ആണെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പാണ്, ഫാർ അപ്പാർട്ട് ആണെങ്കിൽ ജെന്റിൽ സ്ലോപ്പാണ്, ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ യൂണിഫോം സ്ലോപ്പാണ്. നെക്സ്റ്റ് വരുന്നത് എ സീരീസ് ഓഫ് സ്ട്രൈറ്റ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ അതെന്താണ്? പ്ലെയിൻ സർഫസ് ആണ്. അപ്പോൾ ഈക്വലി സ്പേസ്ഡ് ആണ്, പാരലൽ ആണ്. ഓരോ ലൈനും ഇപ്പോൾ ഓരോ കോണ്ടൂർ ലൈൻ എടുക്കുകയാണ്, ഓരോന്നും പാരലൽ ആണ്. ഈ ഓരോ ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് സർഫസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ സർഫസ് ആണ്. ഓക്കെ, ഇനി അത് ഫിഗറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ കോണ്ടൂർ ലൈൻസ് എന്താണ്? അടുത്തടുത്താണല്ലേ വന്നിട്ടുള്ളത്. അടുത്തടുത്ത് കോണ്ടൂർ ലൈൻസ് ഇങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ പ്രത്യേകത? സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ലോപ്പാണ് നമുക്കവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതല്ല ഇനി ഒരു ജെന്റിൽ സ്ലോപ്പാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കോണ്ടൂർ ഇൻ്റർവെൽസ് കിടക്കുന്നത്? അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് വിട്ടിട്ടായിരിക്കും കോണ്ടൂർ ഇൻ്റർവെൽസ് കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 4 കേസും പഠിച്ചല്ലോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എ കോണ്ടൂർ പാസിംഗ് ത്രൂ എനി പോയിന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് ആ പോയിന്റിലുള്ള സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ഒരു കോണ്ടൂർ ലൈൻ പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻ വിത്ത് 1 or more higher ones inside it represents a hill. ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ്റർവെൽ ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? വിത്ത് 1 or more higher ones inside it represent. അതായത് ഹയർ വാല്യൂ ആണ് എന്ത്? ഏറ്റവും ഉള്ളിൽ തന്നിട്ടുള്ളത്. അതിന് പുറത്തേക്ക് വരുന്തോറും എന്താണ്? കുറഞ്ഞു വരികയാണ്. ഏറ്റവും കൂടി ഇപ്പോൾ 70യെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? ഉള്ളിലോട്ട് കൂടിയാണ് നമ്മളുടെ വാല്യൂസ് വരുന്നത്. അങ്ങനെയുള്ള ഒരു കേസിൽ എന്താണ്? അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഹില്ലിനെയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലിയർ ഫിഗർ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ അല്ലേ, ഈ ഒരു ഫിഗറിൽ ഇൻസൈഡിലുള്ള കോണ്ടൂറിൻ്റെ വാല്യൂ 80 ആണ്, ദെൻ 75 ആണ്, 70, 65 ആൻഡ് 60. ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്രൗണ്ട് സർഫസിൻ്റെ ഒരു ഫിഗറാണിത് അല്ലേ. ഇതെന്താണ്? ഒരു ഹില്ലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 80 എന്നുള്ള വാല്യൂ. അതാണ് ഏറ്റവും സെൻട്രലായിട്ട് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻ വിത്ത് 1 or more lower ones inside it indicates a depression. അപ്പോൾ ഉള്ളിലേക്കുള്ള വാല്യൂസ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഈ സെയിം ഫിഗർ തന്നെ വാല്യൂസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഫിഗറിന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇവിടെ എന്താ പ്രത്യേകത അല്ലേ? 80നെ അപേക്ഷിച്ച് ഉള്ളിലോട്ട് വരുന്തോറും എന്താണ്? വാല്യൂ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഡിപ്രഷനാണ്, അല്ലെങ്കിൽ റിവർ പോണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ വാല്യൂസ് ഉള്ളിലോട്ട് കുറഞ്ഞു വരികയാണെങ്കിൽ അതൊരു ഡിപ്രഷനാണ്. വാല്യൂസ് കൂടി വരികയാണെങ്കിൽ എന്താണ്? ഹില്ലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ. ഒരു ഡിപ്രഷൻ്റെ വാല്യൂ ആകുമ്പോൾ ഏറ്റവും താഴെ പോയിന്റിലാണ് എത്ര വരിക? 60. ലോവസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത് ആ ഒരു 60 ആവും ഇവിടെ ഇൻസൈഡിൽ ഉണ്ടാവുക. പുറത്തോട്ട് വരും തോറും എന്താണ്? വാല്യൂ കൂടുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നമ്മൾ എത്ര പോയിന്റ് പഠിച്ചു? ഓരോ പോയിന്റും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ.
അതിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കിയ പെട്ടെന്ന് മനസ്സിലാവും ഏത് കേസിലാണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് വരുന്നത്, ഏത് കേസിലാണ് വേർട്ടിക്കൽ ക്ലിഫ് വരുന്നതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എ കോണ്ടൂർ ലൈൻ മസ്റ്റ് ക്ലോസ് അപ്പോൺ ഇറ്റ് സെൽഫ് ദോ നോട്ട് നെസസറിലി വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദി മാപ്പ്. ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് എന്തായാലും ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അവൈലബിൾ ആയ മാപ്പിൽ മേ ബി ക്ലോസ് ആവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിതാണ് നമുക്ക് കയ്യിലുള്ള മാപ്പ് എന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ കോണ്ടൂർ ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ ഒരു ലാസ്റ്റ് വരച്ച ലൈന് ഇങ്ങനെ ക്ലോസ് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യല്ല, കോണ്ടൂർ ലൈന് ക്ലോസ് ആവാത്തതല്ല, നമ്മുടെ മാപ്പിൻ്റെ അവൈലബിലിറ്റി അത്ര ആയതുകൊണ്ട്, ഒരു സ്കെയിൽ പേപ്പർ സൈസ് അത്ര ആയതുകൊണ്ട് കോണ്ടൂർ ക്ലോസ് ആവാത്തതാണ്. അതല്ലെങ്കിൽ എന്താണ്, കോണ്ടൂർ ലൈൻ മസ്റ്റ് ക്ലോസ് അപ്പോൺ ഇറ്റ് സെൽഫ്, എന്തായാലും ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കോണ്ടൂർ ലൈൻസ് ക്രോസ് എ വാട്ടർഷെഡ് ഓർ റിഡ്ജ് ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോണ്ടൂർ ലൈൻസ് ക്രോസ് എ വാട്ടർഷെഡ് ഓർ റിഡ്ജ് ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഒരു റിഡ്ജ് ലൈനിന് അല്ലെങ്കിൽ വാട്ടർഷെഡിന് കോണ്ടൂർ ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എത്ര ആംഗിളിലാണ്? റൈറ്റ് ആംഗിൾസിലാണ്, 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നത്. ദേ ഫോം കർവ്സ് ഓഫ് യു ഷേപ്പ് റൗണ്ട് ഇറ്റ് വിത്ത് ദ കോൺകേവ് സൈഡ് ഓഫ് ദി കർവ് ടുവേർഡ്സ് ദ ഹയർ ഗ്രൗണ്ട്. ഒരു യു ഷേപ്പിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, കർവ് റൗണ്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. കോൺകേവ് സൈഡ് ഓഫ് ദി കർവ് ടുവേർഡ്സ് ദ ഹയർ ഗ്രൗണ്ട്. ഹയർ ഗ്രൗണ്ടിലേക്ക് എന്താണ്, കോൺകേവ് സൈഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോണ്ടൂർ ലൈന് പോകുന്നത്. അതായത് ഈ റെഡ് പോർഷൻ ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുള്ളതാണ് നമ്മളെ റെഡ് ലൈന്. ആ ഒരു റെഡ് ലൈനിനെ ഈ ഒരു കോണ്ടൂർ ലൈൻസ് മീറ്റ് ചെയ്യുന്ന എത്രയിലാണ്, 90 ഡിഗ്രിയിലാണ്. ഓരോ കോണ്ടൂർ ലൈനും മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു യു ഷേപ്പ്ഡ് കർവാണ് ഫോം ചെയ്യുന്നത് വിത്ത് കോൺകേവ് സൈഡ് ഹയർ വാല്യൂ. അതായത് ഹയർ വാല്യൂ 100 ഇവിടെ, അതായത് ഇവിടെ 50 ആണ്, ഇവിടെ 100 ആണ്. അപ്പോൾ ഹയർ പോയിന്റ്സ് എവിടെയാണോ, ഹയർ ഗ്രൗണ്ട് എവിടെയാണോ അവിടേക്കാണ് കോൺകേവ് സൈഡ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി വാലി ലൈനിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? കോണ്ടൂർ ലൈൻസ് ക്രോസ് എ വാലി ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. വാലി ലൈനിനും റൈറ്റ് ആംഗിൾ ആയിട്ട് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ദേ ഫോം ഷാർപ്പ് കർവ്സ് ഓഫ് വി ഷേപ്പ്. ഷാർപ്പ് കർവ്സ് ഓഫ് വി ഷേപ്പ് അക്രോസ് ഇറ്റ് വിത്ത് ദ കോൺവെക്സ് സൈഡ് ഓഫ് ദ കർവ് ടുവേർഡ്സ് ദ ഹയർ ഗ്രൗണ്ട്. ഇവിടെ എന്താണ്, കോൺവെക്സ് സൈഡാണ് ഹയർ ഗ്രൗണ്ടിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഫിഗർ നോക്കാം. നമ്മുടെ വാലി ലൈൻ ഇങ്ങനെ പോകുന്നു, ഈ റെഡ് കാണിച്ചത്. കോണ്ടൂർ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, 100 ആണ് ടോപ്പിൽ, ദെൻ 50 ആണ്, ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്നത് എത്ര ആംഗിളിൽ തന്നെയാണ്, 90 ഡിഗ്രിയിൽ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹയർ ഗ്രൗണ്ടിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഏതാണ്, കോൺവെക്സ് സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ കോൺകേവ് സൈഡാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, ഇതിൻ്റെ കേസിൽ കോൺവെക്സ് സൈഡാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ റിഡ്ജ് ലൈനിൻ്റെ കാര്യത്തിലും കോണ്ടൂർ ലൈനിൻ്റെ കേസിലും 90 ഡിഗ്രിയിൽ തന്നെയാണ് എന്ന് ഓർത്ത് വെക്കുക. ഏത് സൈഡാണ് ഹയർ ഗ്രൗണ്ടിലേക്ക് എന്നുള്ളതും ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് കോണ്ടൂർ. ഒരു കോണ്ടൂറിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ മെയിനായിട്ട് 2 എണ്ണമാണുള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഈ ഒരു പോർഷനിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ. ഇപ്പോൾ പറഞ്ഞു പോയ പോർഷനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് ഇൻ്റർപൊളേഷൻ എന്നുള്ളൊരു പോർഷനുണ്ട്, അതിൽ നിന്നാണ് ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എങ്കിലും ഈ ഒരു മെത്തേഡ്സ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എങ്ങാ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, ഓൺലി ദോസ് പോയിൻറ്റ്സ് ആർ സർവേഡ് വിച്ച് ഈസ് ടു ബി പ്ലോട്ടഡ്. നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണോ അത് മാത്രമാണ് ഈ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേ ചെയ്തെടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു നമുക്ക് 100 മീറ്റർ അല്ലെങ്കിൽ 90 മീറ്റർ 80 മീറ്റർ ഈ ഒരു 3 റേഞ്ചിലുള്ള പോയിൻറ്റ്സിൻ്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു പോയിൻറ്റ്സിലേക്ക് മാത്രമുള്ള സർവേ മാത്രമേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓൾസോ നോൺ ആസ് ട്രേസിങ് ഔട്ട് കോണ്ടൂർസ്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ട്രേസിങ് ഔട്ട്
കോണ്ടൂർസ് എന്നുള്ളത്. ദിസ് മെത്തേഡ് ഈസ് സ്ലോ ആൻഡ് ടെഡിയസ്. വളരെ സ്ലോ ആയിട്ട് ടെഡിയസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് സർഫസിൽ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സിലൊക്കെ സർവേ ചെയ്തിട്ട് നമ്മൾ എലിവേഷൻ കണ്ടെത്തും. ആ എലിവേഷൻസ് വെച്ചിട്ട് അവിടെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ആ ഒരു സർഫസിനെ ട്രേസ് ഔട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് സെയിം എലിവേഷൻസ് വരുന്ന പോയിൻറ്റ്സുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ കോണ്ടൂർ വരക്കുന്ന ഒരു മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇത് സ്ലോ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയത്. യൂസ്ഡ് ഫോർ സ്മോൾ ഏരിയാസ് ആൻഡ് വേർ ഗ്രേറ്റ് അക്യുറസി ഈസ് റിക്വയർഡ്. ചെറിയ ഏരിയകളും കൂടാതെ തന്നെ അക്യുറസി കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇതിൽ നിന്നും എന്താണ് വ്യത്യാസം, ചേഞ്ച് എന്താ എന്നുള്ള. ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ച് ഗൈഡ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സെലക്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് നമ്മൾ കോണ്ടൂറിലുള്ള പോയിൻറ്റ്സ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. ബൈ കോയിൻസിഡൻസ് ചിലപ്പോൾ ആവാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ കുറച്ച് ഗൈഡ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് സർവേ ചെയ്ത് ആ ഒരു പോയിന്റിൽ ആ ഒരു ഗൈഡ് പോയിൻറ്റ്സിലുള്ള എലിവേഷൻസ് കണ്ടെത്തിയതിന് ശേഷം ഇൻ്റർപൊളേഷൻ വഴി നമുക്ക് ആവശ്യമായ പോയിൻറ്റ്സിൻ്റെ കോണ്ടൂർ ലൈൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സം സ്യൂട്ടബിൾ ഗൈഡ് പോയിൻറ്റ്സ് ആർ സെലക്റ്റഡ് ആൻഡ് സർവേഡ്. ദ ഗൈഡ് പോയിൻറ്റ്സ് നീഡ് നോട്ട് നെസസറിലി ബി ഓൺ ദ കോണ്ടൂർസ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്. കോമൺലി യൂസ്ഡ് ഇൻ എൻജിനീയറിംഗ് സർവേസ്. അപ്പോൾ എൻജിനീയറിംഗ് സർവേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോണ്ടൂറിംഗ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിംഗ് ആണ്. ഓക്കെ, സം ഓഫ് ദി ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആർ, അതായത് നമ്മളിപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? ഗൈഡ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സർവേ ചെയ്തിട്ട് ബൈ ഇൻ്റർപൊളേഷൻ ആണ്. ഈ ഇൻ്റർപൊളേഷൻ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പറയൂ കേട്ടോ, ഈ ഒരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്ലോട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് 3 മെത്തേഡുകളാണ് ഉള്ളത്. ബൈ സ്ക്വയേഴ്സ് ഓർ ബൈ ക്രോസ് സെക്ഷൻസ് ആൻഡ് മൂന്നാമത്തത് ബൈ ടാക്കിയോമെട്രിക് മെത്തേഡ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് സ്ക്വയേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കോണ്ടൂർ നമ്മൾ പ്ലോട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ഓൾസോ നോൺ ആസ് സ്പോട്ട് ലെവലിംഗ്, കീവേഡാണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. സ്പോട്ട് ലെവലിംഗ് എന്നറിയപ്പെടുന്ന മെത്തേഡ് ഓഫ് ഇൻഡയറക്റ്റ് കോണ്ടൂറിംഗ് മെത്തേഡിൻ്റെ വൺ ഓഫ് ദി മെത്തേഡാണ് ബൈ സ്ക്വയേഴ്സ് എന്നുള്ളത്. യൂസ്ഡ് വെൻ ദ ഏരിയ ഈസ് സ്മോൾ ആൻഡ് ഗ്രൗണ്ട് ഈസ് നോട്ട് വെരി മച്ച് അണ്ടുലേറ്റിംഗ്. ചെറിയ ഏരിയ ആണ്, അതുപോലെ തന്നെ ഒരുപാട് അണ്ടുലേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ സ്ക്വയേഴ്സ് എന്നുള്ള ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഏരിയ ഇപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയനെ നമ്മളെ കുഞ്ഞു ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇങ്ങനെ സ്ക്വയേഴ്സ് ആക്കി മാറ്റി. ഈ സ്ക്വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 to 20 മീറ്റർ ആണ്. ഇതിനിടയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഗ്രൗണ്ട് സർഫസിൻ്റെ നാച്ചുറൽ അനുസരിച്ചാണ് ആ ഒരു റേഞ്ചിൽ നമ്മൾ ഒന്നിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആയിട്ട് വരുന്നത് 5 to 20 മീറ്റർ ആണ് സ്ക്വയറിൻ്റെ സൈസ് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഓരോ സ്ക്വയറിൻ്റെയും കോർണർ പോയിൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫസ്റ്റ് സ്ക്വയർ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയറിൻ്റെ 4 കോർണർ പോയിന്റിലെയും എലിവേഷൻ നമ്മൾ കണ്ടെത്തും. അതുപോലെ എന്തുണ്ട്, എല്ലാ സ്ക്വയേഴ്സിൻ്റെയും കോർണർ പോയിന്റ്സ് നമ്മൾ കണ്ടെത്തും. നമുക്ക് ഓരോ വാല്യൂസ് കിട്ടുമല്ലോ, ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂ എല്ലാ കോർണേഴ്സിൻ്റെയും കാണണം. അങ്ങനെ കോർണേഴ്സിൻ്റെ എലിവേഷൻസ് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് ആവശ്യമായപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു 10.6 ആണ്, ഈ ഒരു പോയിന്റ് 10.6 ആണ്. ഇതിങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓരോന്നിനും ഓരോ പോയിന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായ ലൈൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു കോണ്ടൂറിനെ ട്രേസ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഓരോ കോർണറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒരു എക്സെപ്ഷൻ ആയിട്ട് പറയാനുള്ളത്, എപ്പോഴും നമുക്ക് ഈ ഗ്രൗണ്ടിനെ സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കണം നിർബന്ധമില്ല. ചില കേസുകളിൽ നമ്മൾ റെക്റ്റാങ്കിൾ ആയിട്ടും ചൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോർണേഴ്സ് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കേസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കോർണർ തന്നെ ചൂസ് ചെയ്യാതെ എന്തെങ്കിലും 2 ഗൈഡ് പോയിന്റ്സ് ചൂസ് ചെയ്തിട്ടും ഈ ഒരു മെത്തേഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ക്രോസ് സെക്ഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കോണ്ടൂറിനെ പ്ലോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റെയിൽവേ റൂട്ട് സർവേസ്, റെയിൽവേ വർക്കിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്?
ക്രോസ് സെക്ഷൻ ആണ്. സ്ക്വയേഴ്സ് ഏത് തന്നെയായിരുന്നു സൂട്ടായിട്ടുള്ളത്? വലിയ രീതിയിൽ അണ്ടുലേഷൻസ് ഒന്നും ഇല്ലാത്ത ചെറിയ ഏരിയ ആണെങ്കിലാണ് നമ്മൾ സ്ക്വയേഴ്സ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിരുന്നത്.